എണ്ണി നോക്കി 1 2 3 4 5 6 7 8 9 10 11 12 13 ഉണ്ട്. 13. ഹായ്, ഞാൻ നിങ്ങളുടെ ഇൻഫിനിറ്റി റൈഡറാണേ. വീണ്ടും ഒരു യാത്ര പോവുകയാണ്. അടിപൊളി വ്യൂ കേട്ടാ. നിങ്ങളെ നോക്കിക്കാന്ന് കഴിഞ്ഞാൽ പണി. നിങ്ങളെ വിളിച്ചടിച്ചാ പണി കിട്ടും. അവിടെ കുഴിയാണ്. അയ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, എനിക്ക് സ്ഥിരം ഇഷ്ടമുള്ളൊരു റൂട്ടാണ് ഇത്. കുളത്തുപ്പുഴ തെന്മല വഴി തെങ്കാശി. നല്ല വൈബുള്ളൊരു റൂട്ടാണ്. ചില മരങ്ങളൊക്കെ നിൽക്കുന്നതാണേ ഭയങ്കര രസമാണ്. ഒറ്റപ്പെട്ട് ചില മരങ്ങളൊക്കെ നിൽക്കും. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ റൂട്ട് തന്നെ സെലക്ട് ചെയ്തത് യാത്ര ചെയ്യും. ഓരോ യാത്രകളും നമ്മളെ വീണ്ടും വീണ്ടും പുതിയ യാത്രകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ ഈ യാത്ര കൊണ്ടുള്ളൊരു പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫീലിങ്സുകൾ നമുക്ക് ആ സമയങ്ങളിലുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരക്കുകളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നൊക്കെ മോചനം കിട്ടി ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര റിലാക്സിങ് ആണ്. നിങ്ങളെപ്പോഴെങ്കിലും യാത്രകൾ മടുത്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് ചോദിക്കുകയാണ്. എണ്ണ തമിഴ്നാട്ടിൽ നിന്ന് അടിക്കാല്ലേ? അവിടെ നിന്ന് അടിച്ചാൽ മതി, വിലയും കുറയും. പെട്ടെന്ന് എന്താ ഇതിൽ കണ്ടിട്ടേ പെട്ടെന്ന് മലയിൽ മഞ്ഞിറങ്ങിക്കുന്നതേ തോന്നുന്നു. ആകാശം കാണുമ്പോൾ നീല കളറല്ല, നീല വെള്ള. കേരളത്തിലെ റോഡ് സെറ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ളത് അറിയാൻ പറ്റും. അങ്ങോട്ടാണ് പ്രശ്നം. അല്ലെങ്കിൽ പൊതുവെ ഞാൻ ഈ കൊല്ലം ജില്ലയിൽ ഓടിയിട്ടേ, കൊല്ലം ജില്ലയിൽ റോഡ് ടാറിങ്ങും മര്യാദയ്ക്കുള്ള ടാറിങ്ങാണ്. ഏത് റൂട്ട് ഇപ്പോൾ നമ്മളെടുത്താലും മര്യാദയ്ക്ക് ടാർ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കടയ്ക്ക് അവിടെ ഇത് ചെയ്ത് വെച്ചേക്കണം. അത് ആകെ കുളമാക്കി വെച്ചേക്കണം. പാച്ച് വർക്ക് ചെയ്ത് കുളമായി. ഇപ്പൊ കുതിച്ച് പോണോ വൃത്തിയായിട്ട് ചെയ്തില്ല എന്നുള്ള പാച്ച് വർക്ക്. നമ്മളെ കോൺട്രാക്ടർമാരങ്ങ് ഇതുവരെ എങ്ങനെ ചെയ്യണമെന്ന് പഠിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. തിട്ടുണ്ടാക്കി പാച്ച് വർക്ക് ചെയ്യലാണ് നമ്മളെ കോൺട്രാക്ടറുടെയൊക്കെ ഒരു. അവിടെ മറ്റേ ചെടിക്ക് വെള്ളം അടിക്കണതിലല്ലേ ഇതുകൊണ്ട് ഒഴിക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ്. നമ്മളെപ്പോഴെങ്കിലും ഈ വൃക്ഷലതാദികളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെന്നുള്ളതിരിക്കട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ചിന്തിച്ച് അങ്ങ് കാട് കയറിയൊരു വഴി വരെയൊക്കെ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വൃക്ഷലതാദികൾക്ക് കിട്ടുന്ന ഭക്ഷണം എന്നതിനെക്കുറിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. ഏറ്റവും വേസ്റ്റായിട്ടുള്ള സാധനമാണ് വൃക്ഷങ്ങൾക്ക് ആഹാരമായി ലഭിക്കുന്നത്. മനുഷ്യ വിസർജ്യം, അല്ലെങ്കിൽ മറ്റ് ജന്തുക്കളുടെ വിസർജ്യം, അതുപോലെ അല്ലെങ്കിൽ ഈ അതായത് വൃക്ഷങ്ങളുടെ തന്നെ കരിഞ്ഞുണങ്ങിയ ഇലകൾ, ശിഖരങ്ങൾ, ഇതൊക്കെയാണ് അവയ്ക്ക് ആഹാരമായി ലഭിക്കുന്നത്. എന്നിട്ട് ഈ വൃക്ഷങ്ങൾ നമുക്ക് തരുന്നതോ നല്ല വൃത്തിയും ശുദ്ധിയുമുള്ളതുമായ പഴങ്ങളും ഇലകളും ഒക്കെയാണ്, അല്ലേ? ആകെ ലഭിക്കുന്നത് ശുദ്ധജലം മാത്രമാണ്. അതും ഭൂമിക്കടിയിൽ ഇവിടെയുള്ള ഉറവകൾ മാത്രം. പിന്നെ മഴയത്ത് ലഭിക്കുന്നതിനെ കുറിച്ചൊന്നും പറയണ്ട. അന്തരീക്ഷത്തിലുള്ള സകല വേസ്റ്റുമാണ് ആദ്യം ഇവർക്ക് ലഭിക്കുന്നത്.